നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ സന്ധ്യായാമത്തിനായി വാഴ്ത്തുന്നു. ഈ നോമ്പിൻ്റെ കാലയളവിൽ ഞങ്ങൾക്ക് വചനത്തിലൂടെ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്ന വലിയ രക്ഷയെ പലപ്പോഴും ഗണ്യമാക്കാതെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിപ്പാൻ, ആ രക്ഷാകര പദ്ധതിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം. അല്പസമയങ്ങളുടെ വചനം കേൾപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് തുറക്കണം. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണം. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഇരിക്കാം. ബഹുമാനമുള്ള CY തോമസ് അച്ഛൻ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നോമ്പിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ കൂടി വരുവാൻ സർവശക്തനായ ദൈവം വലിയേറിയ അവസരത്തെ ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അച്ഛനോട് എൻ്റെ ആഴത്തിൽ നിന്നുള്ള അച്ഛനോടുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ തിരുമേനി തോമസ് സാമുവേൽ തിരുമേനി പറഞ്ഞൊരു കാര്യം, ഈ കാലങ്ങൾ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ദിസ് ഈസ് ആൻ ഇൻവേർഡ് ജേണി. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടത്. ഇറ്റ് ഈസ് ആൻ ഇൻവേർഡ് ജേണി, അകമയുള്ള ഒരു യാത്രയാണ്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിൽ CY തോമസ് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കയറി വന്ന ഒരാശയമാണ് ഇന്ന് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്, പക്ഷേ അതിന് കുറിവാക്യം ഇന്ന് ലേഖന ഭാഗത്തു നിന്ന് വായിച്ചതാണ്. ആ ലേഖന ഭാഗം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പോൾ ഇതിന് ഞാൻ ഇന്ന് കൊടുക്കുന്ന ഒരു തലക്കെട്ട്, വർക്കൗട്ട് യുവർ സാൽവേഷൻ, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടെയും കൂടെ പ്രാക്ടിക്കലാണ്. നമ്മൾ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു. അതുപോലെ ഈ സൺഡേയിൽ നമ്മൾ കേട്ടതായിട്ടുള്ള മനോഹരമായ സങ്കീർത്തനത്തെ ബേസ് ചെയ്തിട്ടുള്ള ഞാനതും പറയുന്നില്ല. എന്നാൽ ഇവിടെ വായിക്കുന്ന വിഷയം, ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. വർക്കൗട്ട് യുവർ സാൽവേഷൻ. ഞാൻ അതിന് വേറൊരു പേര്, ഇപ്പോൾ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ജിമ്മിലൊക്കെ പോയിട്ട് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വർക്കൗട്ട് നടത്തുന്നുണ്ട്, നല്ല ഒന്നാന്തരം മസിലും ഒക്കെ. അത് സ്ത്രീകളും ഒട്ടും കുറവല്ല അതിനകത്ത്. അപ്പോൾ ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത് വേറൊരു പദം, ഇന്നത്തെ ഒരു രീതിയിൽ മനസ്സിലാക്കാമെങ്കിൽ മോഡലിംഗ് എന്നുള്ളതാണ്. അതാകുമ്പോൾ സ്ത്രീകൾക്കും ഇഷ്ടപ്പെടും, മറ്റേത് പുരുഷന്മാർക്ക് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നൊരു കാര്യമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിഷയം എന്താ? നമ്മൾ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ അകത്തെ മനുഷ്യനെ ഒന്ന് മോഡൽ ചെയ്യുക. അതാണ് ശരിയായ വിധത്തിൽ നോമ്പിൻ്റെ ഈ ഭക്ഷണം ഒക്കെ പലതും വർജിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യനെ ഒന്ന് മോഡൽ ചെയ്യുക, അല്ലെ ആ വ്യക്തിയെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുറമേ പല കാര്യങ്ങൾ, ഡ്രസ്സ് ഇടുന്നു, നമ്മൾ ആലങ്കാരികമായ പല കാര്യങ്ങൾ നമ്മൾ മുഖത്ത് ഇടുന്നു, ക്രീം ഇടുന്നു, പൗഡർ, ഇതൊക്കെ നമ്മൾ നോർമൽ ഭാഗമാണ്. പക്ഷേ ഇത് വർക്കൗട്ട് യുവർ സാൽവേഷൻ. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം? നമ്മുടെ കർത്താവ് നമുക്ക് സ്വന്തമാക്കി തന്ന ഒരു വലിയ സംഗതിയുണ്ട്, രക്ഷ.
അതൊരു വില കൊടുത്ത് നമുക്ക് തന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് കർത്താവ് ദൈവരൂപത്തിലിരിക്കെ. അതുകൊണ്ടാണ് ആ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ, 2:6 വായിക്കുന്നത്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ. ദാസരൂപം, ഞാനത് അധികമായി പറയേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ ആ ഒരു രീതി നമ്മളൊന്ന് എടുത്തു നോക്കിക്ക്. ദൈവരൂപം, വീണ്ടും നമ്മൾ അടുത്ത രൂപം കാണുന്നത് മനുഷ്യരൂപം, പിന്നെ നമ്മൾ കാണുന്നത് ദാസരൂപം, പിന്നീട് നമ്മൾ കാണുന്ന അടുത്ത ലെവലാണ് ക്രൂശ് രൂപം, അല്ലേ? അത് ഓരോ പടികളുണ്ട്, ഞാനത് പറയുന്നില്ല. അപ്പോൾ കർത്താവ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത്, ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങളെല്ലാം കർത്താവിനോട് ചേർന്ന് പഠിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കുന്നത്? ദൈവരൂപം, മനുഷ്യരൂപം, ദാസരൂപം, ക്രൂശ് രൂപം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഈ പ്രത്യേകമായിട്ടുള്ള കാര്യം. ഇതെന്ത് ചെയ്യണം? രക്ഷ അത് ദൈവം നമുക്ക് സൗജന്യമായി തന്നു. അപ്പോൾ സൗജന്യമായി തന്നത് പോക്കറ്റിലിട്ടുകൊണ്ടിരിക്കാനല്ല, മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. എങ്ങനെയാണ്? നമ്മളെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ, ഞാനുൾപ്പെടെ നമ്മളെല്ലാം തോറ്റുപോകുന്ന ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, കർത്താവിൻ്റെ ഒരു വലിയ മാതൃക നമുക്ക് കാണാൻ കഴിയും. എന്താണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് എടുത്തു നോക്കിയാൽ, അതിൻ്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്കവിടെ കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? തെയോഫിലോസിന് ഇത് എഴുതുകയാണ്. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ. അടുത്ത വാക്ക് കണ്ടോ? അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെക്കുറിച്ചും ആയിരുന്നു. കണ്ടോ? കർത്താവ് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം എന്ത് ചെയ്തു? പ്രാക്ടിക്കലാക്കി. നമ്മളാണെങ്കിൽ, ഇപ്പം നമ്മളെന്ന് ഞാൻ പറയുന്നത്, ഞാനായിരുന്നു എങ്കിൽ, ആ സ്ഥാനത്തിരുന്നുവെങ്കിൽ ഉപദേശിക്കും, പിന്നെ സൗകര്യമുണ്ടെങ്കിൽ പ്രവർത്തിക്കും. ഇതാണ് കർത്താവിൻ്റെ ആ സിസ്റ്റവും നമ്മുടെ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് അതുകൊണ്ട് വർക്കൗട്ട് യുവർ സാൽവേഷൻ. എങ്ങനെയാണ് ഈ രക്ഷ തന്നത്? എന്തിനാ? അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ല, ഇത് ആർക്കാണിത് കൊണ്ടുള്ള ഗുണം? ഇങ്ങനെയൊക്കെ നിരവധി ചോദ്യങ്ങൾ. എല്ലാം പറയാൻ സമയമില്ലെങ്കിലും നമുക്ക് ചിലത് ഒന്ന്, ഈ ഒരു മോഡലിംഗ്, നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തുന്ന നമ്മുടെ ഒരു മോഡലിംഗ്, അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, എങ്ങനെയായിരിക്കണം? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബിഷപ്പ് പറഞ്ഞ പോലെ, ഇറ്റ് ഈസ് എൻ ഇൻവേർഡ് ജേണി, ഒരു യാത്രയാണ്. അപ്പം നമുക്ക് ഒരു മോഡലിംഗ് നമുക്ക് നടത്താം. അതിനാണ് ഞാൻ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. ഇതെല്ലാം പൗലോസിൻ്റെ ലേഖനങ്ങൾ, ഒന്നോടൊന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 25 മുതലുള്ള ചില വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 25. ഇതാണ് കഴിഞ്ഞ ദിവസം CY തോമസ് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ 2-ാം ലേഖന ഭാഗമായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം. 25-ാം വാക്യം മുതലാണ്. അതിൻ്റെ 2-3 ചിന്തകൾ എനിക്ക് പറയാൻ സമയമുള്ളൂ. ആകയാൽ ഫോഷ്ക്ക് ഉപയോഗിച്ച്, അപ്പോൾ വർക്കൗട്ട് യുവർ സാൽവേഷൻ. മുമ്പേ പറഞ്ഞു, വളരെ ഭയത്തോടും വിറയലോടും കൂടെ നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിനകത്ത് നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, 4-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യമാത്, നടുങ്ങുവീൻ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എല്ലാം എന്തുവാ? യു നീഡ് ടു വർക്കൗട്ട് യുവർ സാൽവേഷൻ. എനിക്ക് തന്ന രക്ഷ, കാരണം എന്താ? ഈ തന്ന രക്ഷ ഒരു വലിയ വില കൊടുത്ത് തന്നതാ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ചെയ്തില്ല. കാരണം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം എന്ത് ചെയ്തത്? ബാക്കിയൊന്ന് പറയാമോ? വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പ്രവൃത്തി, നമ്മൾ ഇതിനൊന്നും കാരണമല്ല. അവൻ എന്ത് ചെയ്തു? താഴ്മ. അതുകൊണ്ടാണ് ഞാൻ താഴ്മയുള്ളവനാ. അതുകൊണ്ടാണ് എന്നോട് ചേർന്ന് പഠിക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്.
നമ്മളിവിടെ എല്ലാം കാണുന്നൊരു കാര്യം അതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, പലരും ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ്, ഹൗ ക്യാൻ വി മോഡൽ, അല്ലേ? നമുക്ക് സ്ത്രീകളാണെങ്കിൽ മോഡലിംഗ് ഒക്കെ നടത്തും, പുരുഷന്മാരാണ് മിസ്റ്റർ തിരുവല്ല, ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ മുൻപാകെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ കഴിയും? ഈ സാൽവേഷൻ, ഈ രക്ഷ എങ്ങനെ നമുക്ക് കാണാം? ഒന്നാമത്തേതാണ് പറഞ്ഞത്, ആകയാൽ ഭോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു വിഷയം, എനിക്കിത് പേടിയത് പറയാൻ. കാരണം ഇവിടുത്തെ വിഷയം കണ്ടോ, ഇവിടെ പൗലോസിൻ്റെ എവറി എക്സോട്ടേഷൻ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നും ഇറ്റ് ഈസ് റിലേഷണൽ ഇൻ നേച്ചർ. അത് വേറെങ്ങൂന്നും എടുത്തു പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഭോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുക. പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് വളരാൻ കഴിയുക? വി കനോട്ട് ഗ്രോ ഇൻ ഐസൊലേഷൻ. വീട്ടിനകത്ത് പൂട്ടി അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു മുറിക്കകത്ത് എനിക്ക് വളരാൻ കഴിയത്തില്ല. അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്ന ഒരു കാര്യം എന്താ? സ്പീക്ക് ട്രൂത്ത് ഇൻ ലവ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെല്ലാം കള്ളം പറയുന്നൊരു സ്വഭാവമുള്ളവരാ, അല്ലേ? നമ്മളെല്ലാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ കാര്യം പറയും, ഞാൻ കള്ളം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ എങ്ങനെയാണ് ഒന്ന് തിരിച്ചറിയേണ്ടത്? പൗലോസ് പറയുകയാണ്, ഭോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുക. അപ്പോൾ പൗലോസ് ഇത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഇവിടുത്തെ എല്ലാം പൗലോസ് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാരക്ടർ. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ മുറുകെ പിടിക്കുന്ന വിശ്വാസമാണ് നമ്മയുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ മുറുകെ പിടിക്കുന്നത് എന്താണോ അതാണ് എൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവും. അപ്പോൾ ഞാൻ ആരെയാ മുറുകെ പിടിച്ചിരിക്കുന്നത്? കർത്താവിനെ. ആ കർത്താവാണ് ദ ട്രൂത്ത് വാട്ട് ഐ ഹോൾഡ്. ഞാൻ മുറുകെ പിടിക്കുന്ന ആരെയാ? ഈ കർത്താവായതുകൊണ്ട് ഇതാണ് എൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൽ എനിക്ക് ഏറ്റവും വലിയ മാതൃക. നമുക്ക് നോക്കാം എന്താണ് ഭോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം. ഇപ്പം ഇവിടെ എഫേസ്യ ലേഖനം 4:15 ഒരു കാര്യം പറയുന്നുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം അവിടെ വായിക്കുന്ന, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. അപ്പം നോക്കിക്കേ, ഇപ്പം 4:15 ഇങ്ങനെ പറഞ്ഞിട്ടാണ് 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആകയാൽ എന്ന് പറയുന്നത്. Therefore. എന്തുകൊണ്ടത് പറയാൻ കാരണം? എന്തുകൊണ്ടാണത്? നമ്മുടെ ഇടയിലുള്ള ഒരു പ്രത്യേകമായൊരു കാര്യമാണ് കള്ളം പറയുന്ന. അപ്പം ഇതൊക്കെ എന്താ ഞാനിത് പറയാൻ കാരണം? ഞാൻ എന്നെ തന്നെ നോക്കിയിട്ടാണ് ഇത് ഞാൻ കുറിച്ച് വെച്ചത്. ഇപ്പം ഇത് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ പൗലോസ് ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. കൊലോസ് ലേഖനം എടുത്തു നോക്കാം, 3-ാം അധ്യായം. കൊലോസ് ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഒരു കാര്യം അവിടെ വളരെ 3-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ ഒരു കാര്യം കാണുന്നുണ്ട്. കൊലോസ് ലേഖനം 3-ാം അധ്യായം 9-10. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അത് ഒന്നുകൂടെ വായിക്കുമ്പോൾ മനസ്സിലാകും. അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. അപ്പം ഞാനിത് പറയാൻ വന്ന എന്തുവാ? ഇത് എന്താ സംഭവിച്ചത്? കള്ളം. ഇത് ഇന്നലെ രൂപപ്പെട്ടതാണോ? അല്ല, അല്ലേ? അപ്പം ഇതെന്തുവാ ഇവിടെ പറഞ്ഞു വരുന്നത്? ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ഓൾഡ് ലൈഫ്. ഞാനിപ്പോൾ ക്രിസ്തുവിലാണ്, എനിക്ക് രക്ഷ തന്നു, ഞാനിപ്പോൾ വേറൊരവസ്ഥയിലാണ് എന്നെ ആക്കി വച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇതെന്താ?
ദർ ഇസ് എ പ്രാക്ടീസ് ഓഫ് ലൈയിങ്. കള്ളം പറയുന്ന ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതിന് ഈ തിയോളജിമാർ പറയുന്നൊരു കൾച്ചർ ഓഫ് ലൈ, കള്ളം പറയുന്ന ഒരു നിരന്തര സ്വഭാവം. അത് പറഞ്ഞു സത്യമായി വരും. പിന്നെ കള്ളം പറയുന്നതിൽ ഒരു മടിയില്ല, പ്രാർത്ഥിക്കുകയും ചെയ്യും, സ്തോത്രവും പറയും, എല്ലാം പറയും. അപ്പോൾ ഇതെന്തായി മാറി? ഇറ്റ് ഹസ് ബിക്കം ദ പാർട്ട് ഓഫ് മൈ കൾച്ചർ. ഇപ്പോൾ നോക്കുമ്പം ഞാൻ വലിയ CSI-കാരനാണ്, തോലശ്ശേരിക്കാരനാണ്, അതിന് എന്നാ ഗുണം? ഒരു ഗുണവുമില്ല. ഇത് പറയുന്നത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കൾച്ചറുണ്ട്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ കിടക്കുന്ന കള്ളം പറയുന്ന ചിലർ അല്ലേ, ഒന്നുമില്ലേലും ഒരു 2 കള്ളം എന്നിട്ട് തലയിൽ തുണിയിട്ട്, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഇവിടെ പള്ളിക്ക് വന്ന് ആരാധനയ്ക്കകത്ത് വന്ന് ഭവ്യതയോടിരിക്കുന്ന കണ്ടാൽ ഇതുപോലൊരു നല്ല മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇതെല്ലാം എന്നെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് ഇതെന്തുവാ? ഈ കള്ളം പറയുക എന്ന് പറയുന്നത് തന്നെ എന്തുവാ? അപ്പോൾ ഒരു കള്ളത്തരം ഉണ്ടാക്കുന്ന മാത്രമല്ല, എക്സാഗ്രേറ്റ് ചെയ്യുന്നതും കള്ളത്തരത്തിൻ്റെ ഭാഗമാണ്. എക്സാഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തതുണ്ടാക്കി പറയുന്നത്, അതുപോലെ ചില കള്ളം പറയുന്ന ചില എക്സ്ക്യൂസസ് പറയുന്നത്, അല്ലേ? ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഇവിടെ പൗലോസ് ഇത് പറയുക, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി ഓൾഡ് മാൻ, പഴയ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ കള്ളത്തരത്തെക്കുറിച്ചാണ്. അപ്പം നമുക്കൊരു കാര്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം. അവിടെ ഇതിനെക്കുറിച്ചൊരു വാക്യം വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം. എന്താ വായിക്കുന്നത്? 44. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അതിന് തൊട്ട് മുമ്പ് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്ക കൊണ്ടാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അതിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ എന്താണ്? സത്യത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ ആ വാക്ക് ഞാൻ പറയുന്നില്ല. അപ്പം ബാക്കി നമുക്കറിയാം. അപ്പോൾ ഇതെന്തുവാണ്? എന്ത് നമ്മളെ പഠിപ്പിക്കുന്നത്? നമുക്കൊരു പഴയ മനുഷ്യനുണ്ട്. ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവം എന്താ? ദ പ്രാക്ടീസ് ഓഫ് ലൈയിങ്. കാരണം എന്തുകൊണ്ടാണ്? അത് വേറൊന്നുമല്ല, അവൻ ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വി ആർ സ്പീക്കിംഗ് ആസ് ഇഫ് അവർ സ്പിരിച്വൽ ഫാദർ ഈസ് സൈറ്റൻ. അപ്പം നമ്മുടെ പിതാവ് ആരാണ്? പിശാചാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു കൾച്ചർ നമുക്ക് രൂപപ്പെട്ടത്. ഇന്ന് നമ്മുടെ സഭകളെടുത്ത് നോക്ക്, രാഷ്ട്രീയം എടുത്തു നോക്ക്, എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നത് എന്തുവാ? കള്ളം, പച്ചക്കള്ളം ബിക്കമിങ് പാർട്ട് ഓഫ് അവർ കൾച്ചർ. നമ്മുടെ സ്വഭാവത്തിൻ്റെ നമ്മളത് അറിയുന്നില്ല. പക്ഷെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ടൊരു കാര്യമാണ്, ഞാനൊരു പച്ചക്കള്ളനാണ്, അതുകൊണ്ട് അതെന്നോട് ഇടപെടുകയാണ്. ഈ കള്ളത്തരത്തിൽ എനിക്കെങ്ങനെ പുറത്തു വരാൻ കഴിയും? ഞാൻ പോലും അറിയാതെ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പക്ഷെങ്കിൽ ഒരു അന്തർഭാഗത്തിൽ ഒരു സത്യമിട്ട് തന്നിട്ടുണ്ടല്ലോ, അതാണ് എന്നെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ച ഏറ്റവും ശ്രേഷ്ഠകരമായൊരു വഴി. നോക്കിക്കേ, എന്താണ് അവിടെ കാണുന്നത്? ഏതാ? അപ്പോൾ ടു ലിവ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് ലൈയിങ്, കള്ളം പറയുന്ന ഒരു സ്വഭാവം എന്നിലുണ്ട് എങ്കിൽ യു ആർ ഫോളോയിങ് ദ സ്പിരിച്വൽ ഫാദർ ഓഫ് സൈറ്റൻ. എന്നാൽ ഞാനും നിങ്ങളും ആരാണ്? കർത്താവിൻ്റെ മക്കളാണ്. വർക്കൗട്ട് യുവർ സാൽവേഷൻ. ആ രക്ഷ നമുക്ക് എങ്ങനെയാ? ഇവിടെ പൗലോസ് കാണിക്കുന്ന ഇത് കണ്ടോ? നിങ്ങൾ ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട്
സത്യം സംസാരിക്കുക. ഇപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നതിൻ്റെ കാരണം എന്താ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഒരു കാര്യം തോന്നി. എന്നാണെന്നറിയാമോ? ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തെക്കുറിച്ചല്ല ചൂണ്ടിക്കാണിക്കുന്നത്. പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് സത്യത്തെയല്ല ചൂണ്ടിക്കാണിക്കുന്നത്. പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് യേശു കർത്താവിനെയല്ല ചൂണ്ടിക്കാണിക്കുന്നത്. പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നറിയാമോ? സത്യത്തിൻ്റെ ആത്മാവിനെയല്ല ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ചൂണ്ടിക്കാണിക്കുന്ന ആരെയാ? നിങ്ങൾ ഭോഷ്കു ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട്, അല്ലേ? പ്രാക്ടിക്കലാക്കുകയാണ്. എന്താണ് താൻ്റെ കൂട്ടുകാരൻ? അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ലോക്കൽ ബിലീവേഴ്സ്, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ സഹവിശ്വാസികൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ ഇത് പറയുന്നതിൻ്റെ അർത്ഥം? നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്, നമുക്ക് വലിയ രക്ഷ നമുക്ക് പകർന്നു തന്നതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു കൾച്ചർ രൂപപ്പെട്ടു. നമ്മളതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, നമ്മളതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, പ്രസംഗിക്കാൻ അതിനുള്ള യോഗ്യത കിട്ടുന്നില്ല, അതുകൊണ്ട് പ്രസംഗിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്ന് വരികിലും ഒരു കാര്യമുണ്ട്. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ ദൈവത്തെ നോക്കാനല്ല പറയുന്നത്, സത്യത്തെ നോക്കാനല്ല പറയുന്നത്, യേശുക്രിസ്തുവിനെ നോക്കാനല്ല പറയുന്നത്. പിന്നെന്തുവാ പറയുന്നത്? താൻ്റെ കൂട്ടുകാരനോട്. അപ്പോൾ ഇതെന്തുവാ? നമ്മുടെ സഹവിശ്വാസികളോടാണ് ഇത്. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വന്നത്? പൗലോസ് ഇത് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? എല്ലാറ്റിൻ്റെയും അധപ്പതനത്തിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? നമുക്കറിയാവുന്ന ഒരു ഏദൻ തോട്ടമുണ്ടായിരുന്നു. ആ ഏദൻ തോട്ടത്തിലെ ഒരു ചെറിയ കള്ളം മന്ത്രിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് അധപ്പതനത്തിലേക്ക് നീങ്ങി. ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഈ കള്ളം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ് സപ്രസസ് അവർ യൂണിറ്റി. അതാണ് ഈ തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഗത്സമന തോട്ടത്തിലോ ഈ പിതാവും പുത്രനും ചേർന്ന് നിന്ന്, നോക്കിക്കേ, ഈ പിതാവും പുത്രനും ചേർന്ന് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ സത്യമെന്ന് പറയുന്നത് അത് നമ്മൾ എന്തു ചെയ്യും? അത് നമ്മളെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് കള്ളം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വീടുകളെടുത്ത് നോക്ക്, നമ്മുടെ സഭ, നമ്മുടെ കൂട്ടായ്മകളെടുത്ത് നോക്ക്. എവിടെ കള്ളത്തരം കൂടുന്നു അവിടെയെല്ലാം യൂണിറ്റി നഷ്ടപ്പെടുന്നു. എവിടെല്ലാം സത്യമുണ്ടോ അവിടെല്ലാം ശക്തിപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒന്നാമത് പറയുന്നത് എന്താണെന്നറിയാമോ? സ്പീക്ക് ട്രൂത്ത് ഇൻ ലവ്. രണ്ടാമത്തേത്, അത് വേഗത്തിൽ പറയാം, 26ഉം 27ഉം വാക്യം പറയുന്നത് എന്താ? കോപിച്ചാൽ. ഈ രണ്ടാമത്തെ വിഷയം, ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാനടക്കം, നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളായി പറയുന്നു. ഇത് പറയുമ്പം, ഇതെല്ലാം കഴിയുമ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കും, ഇതൊക്കെ നിനക്കില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്കുണ്ട്. പക്ഷെ ഇത് അറിയണമല്ലോ. 26ഉം 27ഉം വാക്യങ്ങളിൽ വായിക്കുന്ന കാര്യം എന്താ? കോപിച്ചാൽ പാപം ചെയ്യാതിരുപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? എന്തുവാ? ഡിസ്പ്ലേയാ. മുമ്പേ ഞാൻ പറഞ്ഞത് എന്താണ് കണ്ടത്? സ്പീക്ക്. 2 ഡിസ്പ്ലേ. എന്താ ഇവിടെ കാണുന്നത്? അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ആ സങ്കീർത്തനം ഞാൻ പറഞ്ഞത്, 4-ാം അധ്യായം 4-ാം വാക്യം, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരുപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ എന്ത് ചെയ്യാനാ പറഞ്ഞത്? മൗനമായിരിപ്പീൻ. നോക്കിക്കേ, അപ്പം ഇതെന്താ ഇവിടെ പറയാൻ കാരണം? ഈ കിടക്കയിൽ എന്തെല്ലാം ഉണ്ട്? വെറുപ്പ്, വൈരാഗ്യം, ദേഷ്യം, ഇതെല്ലാം പൊങ്ങി വരുന്നൊരു സമയമാണത്. നമുക്കറിയാം, കർത്താവ് ഒരു കാര്യം ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു കാര്യം കാണാം. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ഒരു മാതൃക കണ്ടോ? മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ. കർത്താവിൻ്റെ മാതൃകയാണത്. അപ്പോൾ കർത്താവിന് ഇവിടെ ദേഷ്യപ്പെട്ടോ? അതാണ് ഞാനിവിടെ പറയാൻ കാരണം. നോക്കിക്കേ, ഇത് പറയുമ്പോൾ എൻ്റെ ആ ഭാഗം അവസാനിക്കും. അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് പറയുക. എന്നാ പറഞ്ഞത്? കൈ നീട്ടുക. അവൻ നീട്ടി, അവൻ്റെ കൈ എന്ത് ചെയ്തു? സൗഖ്യമായി. അപ്പം ഇത് 2 വിഷയമേ ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഒന്ന്, സത്യം പറയണം. എന്തുകൊണ്ടാണ് സത്യം പറയേണ്ടത്? ഞാൻ പിടിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ആയതുകൊണ്ട്, അതിൻ്റെ മൂല്യം വളരെ വലുതായതുകൊണ്ട്, എന്നെ രക്ഷിച്ചത് യേശുക്രിസ്തു ആയതുകൊണ്ട്, എന്നെ വിലയ്ക്ക് വാങ്ങിയത് അവിടുത്തെ രക്തമായതുകൊണ്ട്, ഞാൻ ഈ രക്ഷ
അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ. 2, ഡിസ്പ്ലേ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കർത്താവ് ചെയ്തതുപോലെ ഹൃദയകാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ. അപ്പോൾ ഇതാണ് അവിടുത്തെ വിഷയം. ഇവിടെ പൗലോസ് ചില റെസ്ട്രിക്ഷൻസ് തരികയാണ്. എന്താണെന്നറിയാമോ? ഡു നോട്ട് സിൻ ഇൻ അവർ ആങ്കർ. കണ്ടോ? അപ്പോൾ അവിടെ പറഞ്ഞ വാക്കെന്താണ്? കോപിച്ചാൽ പാപം ചെയ്യട്ടെ. ഇതെങ്ങനെ നടക്കുന്ന കാര്യം എങ്ങനെയാണ്? അപ്പോൾ അത് പറയുകയാണ്. അപ്പോൾ ഈ ആങ്കർ എന്താണെന്നാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ആങ്കർ, നമ്മൾ പാപം ചെയ്യാനുള്ള കാരണം എന്താണ്? പാപം ചെയ്യാനുള്ള കാരണം നമ്മുടെ കോപം എന്തുവാ? സെൽഫിഷാ. നമ്മുടെ കോപം എന്തുവാ? ഡിസിപ്ലിൻഡ് അല്ല. ഞാൻ ആ കോപത്തെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. മാത്രമല്ല, എനിക്കെന്തും വായി തോന്നിയത് വിളിച്ചു പറയാം എന്ന് എനിക്കൊരു ധാരണ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുമ്പോൾ. ഇത് പ്രാക്ടിക്കലായ ഒരു വശമാണ്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുക, ഡു നോട്ട് സിൻ ഇൻ യുവർ ആങ്കർ. 2, വേറൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതിൻ്റെ അർത്ഥം എന്തുവാ? സൂര്യൻ അസ്തമിക്കുകയല്ലെന്നല്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വർക്ക് ഡെലിജൻ്റ്ലി. കാരണം എന്തുകൊണ്ടാ അവിടെ പറയുന്നത്? ഈ വിഷയം എന്നാന്നറിയാമോ? ആ പറയുന്ന 2 പദങ്ങൾ വളരെ രസകരമാണ്. എന്താണെന്നറിയാമോ? കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യന് അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. 2 കോപം അവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്തെ കോപം എന്ന് പറയുന്നത് അത് പാപം എന്ന വിഷയത്തെക്കുറിച്ചുള്ള കോപമാണ്. 2ാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പേഴ്സണൽ ഇൻ നേച്ചർ. അതിൻ്റെ അർത്ഥം എന്തുവാ? അതാണ് ഈ കോപത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ആ കോപമാണ് എനിക്ക് എന്ത് തരുന്നത്? ഇറിറ്റേഷൻ, അല്ലെങ്കിൽ എനിക്കൊരു വ്യക്തിയോടൊരു വൈരാഗ്യം. ഇതൊക്കെ ഇതെന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന, ഇപ്പോഴുമുള്ള, നാളുകളായി നമ്മളെ രൂപാന്തരപ്പെടുത്താത്ത മേഖലകളൊന്ന് ഞാൻ കടന്നുപോയതുകൊണ്ട് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തുവാ? ഇപ്പോൾ പൗലോസ് 3 റെസ്ട്രിക്ഷനാണ് പറയുന്നത്. 1, ഡു നോട്ട് സിൻ ഇൻ അവർ ആങ്കർ. എൻ്റെ കോപം എങ്ങനെ വരുന്നത്? അതെൻ്റെ സെൽഫിഷ്നെസ്സാണ്. ഞാനതിനെ കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിസിപ്ലിൻഡ്. മാത്രമല്ല, എനിക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ ഞാനത് എടുത്തെന്തും പറയും എന്നുള്ള ഒരു ഭാവം. അത് വേണ്ട എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുക. 2, ലെറ്റ് നോട്ട് ദ സൺ ഗോ ഡൗൺ. എന്തുകൊണ്ടാണ്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്. അതിൻ്റെ അർത്ഥം വർക്ക് ഡെലിജൻ്റ്ലി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ രക്ഷയുടെ ഒരു കാര്യമാണ്. കർത്താവ് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ നമ്മൾ ഒരു നന്മയും കർത്താവ് തന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇതെല്ലാം കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിന് കൊടുത്ത വില അത്ര വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കോപം പാപത്തെ കുറിക്കുന്നുവെങ്കിൽ മറ്റേ കോപം എന്തിനെയാണ് കുറിക്കുന്നത്? ഇറ്റ് ഈസ് പേഴ്സണൽ. എൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാ. എനിക്ക് ഇറിറ്റേഷനുണ്ട്, എനിക്ക് മറ്റൊരു വ്യക്തിയോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട്, ഇതെല്ലാമുണ്ട്. പക്ഷെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയുകയാണ്, ഡു എവറിത്തിങ്, എന്തും ചെയ്യുക ടു റിസ്റ്റോർ ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. കാരണം പൗലോസ് പറയുക അതിൻ്റെ 27ാമത്തെ വാക്യത്തിൽ എന്നാന്നറിയാമോ? സാത്താന്, പിശാചിന് ഇടം കൊടുക്കരുത്. സാത്താന് ഇടം കൊടുക്കരുത്. ഇത് പറയുമ്പം ആ ഭാഗം അവസാനിക്കുക. ഡു നോട്ട് ഗിവ് ഡെവിൾ ആൻ ഓപ്പർച്യൂണിറ്റി. കാരണം എന്നാ? ഈ എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നതെന്ന് ഈ ഭാഗം വായിക്കുമ്പോഴറിയാം. എന്നാന്നറിയാമോ? ഇമോഷണലി അപ്സെറ്റായ ആളുകളെ പിശാചിന് വേഗത്തിൽ പിടിക്കാൻ എളുപ്പമാണ്. ഇന്ന വ്യക്തി, ഇപ്പോൾ ഒരു ഭാര്യാഭർത്തൃ ജീവിതമായിക്കൊള്ളട്ടെ, ഭാര്യ ഇമോഷണലി അപ്സെറ്റാണ് എന്ന് പിശാച് കണ്ടാൽ അവളുടെ കയറും. എന്നിട്ട് എന്തു ചെയ്യും? ഒരു ചെറിയ വാക്കിടും, നമ്മുടെ ക്ഷമയെ ഇല്ലാതാക്കി കളയും. നോക്കിക്കേ, അതാണ് ഇവിടെ കാണുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ കണ്ടതെന്തുവാ? ഇങ്ങനെ നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ നമ്മുടെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ.
ഞാൻ ചോദിച്ചോട്ടെ, ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൺട്രോളിലാണോ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അത് ഇമോഷണലി ഞാൻ അപ്സെറ്റ് ആണെങ്കിൽ എന്നെ ഒന്ന് ചെറുതായിട്ട് ചൊറിഞ്ഞാൽ മതി, എൻ്റെ കൺട്രോൾ മറ്റവൻ്റെ കയ്യിൽ പോവും. അതുകൊണ്ട് എന്തുവാ ഇവിടുത്തെ വിഷയം? പൗലോസ് പറയുക ആങ്കർ വിൽ ടേക്ക് ദ കൺട്രോൾ. എന്നാൽ ഇവിടെ പൗലോസ് അതിനെ കൊണ്ടുവന്നിട്ട് പറയുന്നൊരു കാര്യം 28-ാമത്തെ വാക്യത്തിലാണ് നമ്മളതിനെ കണ്ടത്. 28-ാമത്തെ വാക്യത്തിൽ, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക. അതാണ് വർക്കൗട്ട് യുവർ സാൽവേഷൻ. വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, മൂന്നാമത്തെ കാര്യം, എ ചേഞ്ച് ഫ്രം സ്റ്റീലിംഗ് ടു ഷെയറിങ്. ഞാൻ ഈ പറഞ്ഞത് വലിയ ആശയങ്ങളായിപ്പോയോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഈ ഏഷ്യ മൈനറിലൊക്കെ അന്നത്തെ കാലത്തെ പോലെ, നമ്മുടെ പഴയ കാലം പോലെ സ്റ്റീലിംഗ്, അതായത് മോഷ്ടിക്കുന്നത് ഒരു സോഷ്യൽ നോമായിരുന്നു അല്ലേ? തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇന്നോ അല്ലേ? ഇന്ന് നമുക്കറിയാം, പത്രങ്ങളിലെല്ലാം നമ്മൾ ഏതാണ്ട് കട്ടുകൊണ്ട് പോയ കാര്യമൊക്കെ പാട്ടായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. പലരുമൊക്കെ അത് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇതെന്തുവാ അവിടെ കാണിക്കുന്നത്? ബി ജനറസ്. അതാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വർക്ക് എത്തിക്സ്. അപ്പം ഞാൻ എങ്ങനെ വർക്ക് ചെയ്യണം? ചിലരുണ്ട്, അന്നത്തെ കാലത്ത് കുറേ ആളുകളുണ്ടായിരുന്നു, നമ്മളെപ്പോലെ മടിയന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഇരിക്കരുത്. തെസ്സലോനിക്ക സഭയ്ക്ക് 3-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല തിമോഥെയോസ് ലേഖനത്തിൽ മാതാപിതാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ചരിതിച്ചു വെക്കണം എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ എന്തുവാ? പെർഫോമിങ് വിത്ത് അവർ ഓൺ ഹാൻഡ്സ്. എൻ്റെ കൈകൾ കൊണ്ട് അത് അധ്വാനിക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിർത്താം. ഇത്രയും പറഞ്ഞ എൻ്റെ ഉദാഹരണം ആരെക്കുറിച്ചാണ്? അച്ഛൻ സുവിശേഷ ഭാഗമായി വായിച്ച യൂദ. അവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര അല്ലേ? അപ്പം ഞാനിത് പറയാൻ വന്നത്, ഈ യൂദയുടെ ഒരു അനുഭവം പറഞ്ഞ്, ഒറ്റ ഒരു അനുഭവം. യൂദ എന്താ ചെയ്തത്? ഈ മറ്റെല്ലാ ശിഷ്യന്മാരെ എടുത്തു നോക്ക്, അവരെല്ലാം ജീവിതത്തിൽ തോറ്റില്ലേ? അവരെല്ലാം ജീവിതത്തിൽ പരാജയമായിരുന്നില്ലേ? പക്ഷെ അവരൊക്കെ കർത്താവ് ഉപയോഗിച്ചില്ലേ? പക്ഷെ യൂദ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ രക്ഷ, അല്ലെങ്കിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന കർത്താവിൻ്റെ അതെന്ത് ചെയ്തില്ല? അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2 കാര്യം സംഭവിച്ചു. വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തു. 2 ജീവിതം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പത്രോസാകട്ടെ ജീവിതത്തിൽ ഒത്തിരി 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 പരാജയങ്ങൾ സംഭവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ പത്രോസിനോട് കർത്താവായ യേശുക്രിസ്തു ആ ഒരു നോട്ടം നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? തൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. തൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ആ യൂദ ആ ഏറിയയിൽ എവിടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ യൂദ രക്ഷപ്പെട്ടതിനുമായിരുന്നു അല്ലേ? ആ ദൃഷ്ടിയിൽ എവിടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഈ യൂദ എന്താ ചെയ്തത്? പുള്ളി കണ്ട പരിഹാരം, വാങ്ങിച്ച കാശ് തിരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ വശം എന്താ? ഞാൻ ഏതായാലും ഒറ്റിക്കൊടുത്തു, എന്നാ ഞാൻ പിടിച്ച കാശ്, ഞാൻ എനിക്ക് തന്ന കാശ് എന്നാ തിരിച്ചു പിടിച്ചു. പുള്ളി പ്രാക്ടിക്കലാക്കിയത് വേറെ തലത്തിലായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജീവിതം സ്വയം അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പത്രോസിന് എന്ത് ലഭിച്ചു? ആ ഒരു നോട്ടം. ഒരു പാട്ടിൻ്റെ ഒരു ഈരടി മാത്രം പറയട്ടെ. എന്താണെന്നറിയാമോ? ജീവനുണ്ടാം ഏക നോട്ടത്താൽ ക്രൂശിങ്കൽ. അതിൻ്റെ ഒരു ചരണം മാത്രം നമുക്കൊന്ന് പാടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഒരു ചരണം മാത്രം. എന്താ നമ്മൾ പാട്ട് പാടിയത്? എന്താ പാട്ടെന്ന് പറയുന്നത്? ജീവനുണ്ട് ആ ഒരൊറ്റ നോട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിട്ടാണ് ഈ ഭാഗം. വർക്കൗട്ട് യുവർ സാൽവേഷൻ. ഈ രക്ഷ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സൗജന്യമായി തന്നതാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യണം?
ഞാൻ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനത് കൊണ്ടുവന്നു. അതുകൊണ്ട് ജീവനുണ്ടാം ഏക നോട്ടത്താൽ ക്രൂശിങ്കൽ നുണ്ടാമിപ്പോൾ നിനക്ക് പിക്കുക ചുകിൽ നോക്കി ജീവിക്ക ജീവനുണ്ടാമേക നോട്ടത്താൽ ക്രൂശിങ്കൽ നുണ്ടാമിപ്പോൾ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, കർത്താവെ, ഞങ്ങൾക്ക് ജീവൻ തന്ന വലിയ രക്ഷ അത് കർത്താവ് വർക്കൗട്ട് ചെയ്യുവാൻ, ഞങ്ങളുടെ വായ് കൊണ്ട് അത് പറയുവാൻ, സത്യം സംസാരിപ്പാൻ, കർത്താവെ, സൂര്യൻ അസ്തമിക്കുവോളം ഞങ്ങളിൽ കർത്താവെ ചില കൾച്ചർ, കള്ളം പറയുന്നൊരു കൾച്ചർ, മാത്രമല്ല ഒരു തെഫ്റ്റിൻ്റെ ഒരു കൾച്ചർ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് വളരെ അധികമായി ഞങ്ങൾ ആക്ഷരികമായി പലതും മോഷ്ടിച്ചില്ലെങ്കിലും ഞങ്ങളിൽ അങ്ങനെ ഒരു സ്വഭാവം കടന്നുകൂടിയിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ യൂദായെപ്പോലെ ഞങ്ങളുടെ ജീവിതം അവസാനിക്കും. എന്നാൽ ആ നോട്ടത്തെങ്കിൽ കർത്താവെ, ഞങ്ങൾക്കൊരു ജീവനുണ്ട്. ആ ക്രൂശിങ്കിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.